ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹീറാസ് ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടിറാമിസു ആണ്. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉഗ്രൻ ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം അതിഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ടിറാമിസു തയ്യാറാക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 2.25 കപ്പ് മൈദ, 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മൈദയും ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇടഞ്ഞെടുക്കാം. ഇതോടൊപ്പം 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ആഡ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫുള്ളായി ഇടഞ്ഞെടുത്ത ശേഷം ഇത് ഒരു വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അടുത്തതായി 1.5 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഒരു കുഴിയുണ്ടാക്കി ഇപ്പോൾ തയ്യാറാക്കിയ മിക്സ് അതിലേക്ക് ഒഴിക്കുക. ഇനി ഒരു തടിത്തവി കൊണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു വിസ്ക് വെച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക. അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന പതയോടുകൂടി തന്നെ അത് നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല സ്മൂത്ത് ബാറ്റർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച ഒരു കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സ്ക്വയർ മോൾഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എയർ ബബിൾസ് ഒക്കെ പോവാനായി നന്നായി ടാപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒരു അവനിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര. ഇനി എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് ഒരല്പം പാലൊഴിച്ച ശേഷം കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു പാനിൽ 1/2 ലിറ്റർ പാലെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക.
പഞ്ചസാര അലിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. കുറച്ച് തിക്കാവുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായി മാറ്റിവെക്കാം. ഈ സമയം നമ്മുടെ കേക്ക് തണുത്ത് കഴിഞ്ഞു. ഇനി അത് ഡിമോൾഡ് ചെയ്ത് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അത് നന്നായി ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കുക. ഈ ഡിസേർട്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാസ്കപ്പോണി ചീസാണ്. അത് 250 grams ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് സോഫ്റ്റൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. സ്പൂൺ കൊണ്ട് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിൽക്കും കോൺഫ്ലവറും ചേർന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒരു സ്പാച്ചുല കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം കുറേശ്ശെ ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് തയ്യാറാക്കിയ കോഫി മിക്സാണ്. ഇതൊരു കോഫി ഫ്ലേവേർഡ് ഡിസേർട്ട് കൂടിയാണ്. അപ്പോൾ കേക്ക് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് 4 പോർഷൻസ് ആക്കി മാറ്റി കഴിഞ്ഞു. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് കോഫി വെച്ചത് സോക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ കോഫി മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം വെച്ച് ഫില്ല് ചെയ്ത ശേഷം വീണ്ടും ബാക്കി ലെയർ കേക്ക് കൂടി വെക്കുക. എന്നിട്ട് വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ തയ്യാറാക്കിയ ക്രീം വെച്ച് കവർ ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ക്രീമും നമ്മൾ അതിലേക്ക് കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ കോഫി ഫ്ലേവേർഡ് ഇറ്റാലിയൻ ഡിസേർട്ടായ ടിറാമിസു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ വളരെയധികം സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഡെസേർട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂ ഇയറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോസ് കാണുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. Thanks for watching. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.